ഹായ് ഫ്രണ്ട്സ്, ഡി ഫോർ വേൾഡിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മൈക്രോ ഗ്രീൻസ് ആട്ടോ. മൈക്രോ ഗ്രീൻസിൻ്റെ ഗുണങ്ങളെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം മൈക്രോ ഗ്രീൻസിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് മൈക്രോ ഗ്രീൻസിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. ചെറുപയർ 7 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്തെടുത്ത ചെറുപയർ നമ്മൾ കിഴി കിട്ടിയിട്ട് ഒരു വൃത്തിയുള്ള തുണിയിൽ കിഴിയിട്ട് വെക്കണം. കിഴിയിട്ട് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിന് ചെറിയ മുള വന്നിട്ടുണ്ടാവും. അപ്പോൾ മുള വന്നിട്ടുള്ള ഈ പയർ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു വെള്ള തുണി, നല്ല വൃത്തിയുള്ള വെള്ള തുണി എടുത്തിട്ട് വിരിച്ചിട്ട്, അല്ലെങ്കിൽ തുണിക്ക് പകരം നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ടിഷ്യൂ പേപ്പറോ തുണിയോ വിരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പയർ പാകി കൊടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് പാകി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ല. എന്നാൽ കൂടെ നമ്മൾ ഒരു 4 ടൈംസ് എങ്കിലും ഒരു ദിവസം നനച്ചു കൊടുക്കണം. കാരണം ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് തുണിയും അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം. ഒരു 4 പ്രാവശ്യമെങ്കിലും ഡെയിലി നനച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ 6 ഡേയ്സിലെ ഗ്രോത്താണിത്. അത്യാവശ്യം നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സാലഡിൽ യൂസ് ചെയ്യാം, തോരൻ വയ്ക്കാം. നമുക്കറിയാം മൈക്രോ ഗ്രീൻസിൽ ഒത്തിരി മിനറൽസും വൈറ്റമിൻസും ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ആഹാരം കഴിക്കാം. അതുപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ സിങ്കിൻ്റെയൊക്കെ ഒരു വലിയ സോഴ്സാട്ടോ ഈ മൈക്രോ ഗ്രീൻസ്. നമ്മൾ ചീരയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി പ്രോട്ടീൻ നമുക്ക് ഇത് കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും ഗുഡ് കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു നേരത്തെ മീലായിട്ടൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ തോരനായിട്ട് വെച്ച് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആൾ പറഞ്ഞു അടുത്ത ട്രിപ്പ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും, ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം. അപ്പോൾ ആൾ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ആൾക്ക് തോരൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഓക്കെ, ബൈ.